കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല, നാർക്കോ ജിഹാദ് ഇല്ല, പ്രണയത്തിൽ കൊടുക്കുന്ന ആഭിചാരമില്ല, ജസ്ന മരിയ എന്ന പെൺകുട്ടിയെ കാണാതായിട്ടുമില്ല എന്നും കൂടി പോലീസിനോടോ സർക്കാരിനോടോ സമ്മതിച്ചു കൊടുത്തേക്കുക. ഇത് സിനിമാ സ്റ്റൈൽ പരിഹാസമല്ല. ഇവിടുത്തെ മത തീവ്രവാദികളും അവരെ താങ്ങുന്ന സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും ചില മാധ്യമ അവതാരകരും പറഞ്ഞിരുന്നതും പറയുന്നതുമായ പച്ച കള്ളമോർത്ത് ഹൃദയവേദനയിൽ ഓരോ ക്രൈസ്തവനും പറഞ്ഞു പോകുന്നതാണ്. 4 വർഷം മുമ്പ് കാണാതായ പത്തനംതിട്ട സ്വദേശി ജസ്ന മരിയ എന്ന പെൺകുട്ടി എവിടെ? കേരള പോലീസിന് മറുപടിയില്ല എന്നല്ല, മറുപടിയുണ്ടാകും, പക്ഷേ പറയാൻ കഴിയണമല്ലോ. എന്നാൽ കൊമ്പുണ്ടോ എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പരിഹസിച്ച CBI പറയുന്നത്രേ ജസ്നയെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ നാടുകടത്തിയെന്ന്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം CBI ഈ കേസ് ഏറ്റെടുത്ത ശേഷം നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്ന നിലയ്ക്കാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. ജസ്നയ്ക്ക് വേണ്ടി CBI തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നെന്ന വാർത്തയാണ് പ്രമുഖ അച്ചടി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്ന വിശേഷങ്ങളില്ല. അതേസമയം ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നു ജസ്നയെ കടത്തിക്കൊണ്ടുപോയതിന് പിന്നിലുള്ളവരെ വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്ന്. അതിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതെന്നും ഈ റിപ്പോർട്ടുകൾ എത്രമാത്രം ശരിയെന്നോ പറയുന്ന നടപടികൾ എപ്പോൾ ഉണ്ടാകുമെന്നോ പുറത്തു വന്നിട്ടില്ല. 1 വർഷം മുമ്പ് ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോണും KSU നേതാവ് KM അഭിജിത്തും ചേർന്ന് CBI അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ ഫലമാണ് കേട്ടറിയുന്ന എല്ലാ വിവരവും. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം CBI കഴിഞ്ഞ വർഷം മാർച്ചിൽ അന്വേഷണം ഏറ്റെടുത്തു. 1 വർഷം ആകുമ്പോഴേക്ക് ജസ്ന എവിടെയുണ്ടെന്നും അവിടെ എത്തിച്ചത് ആരെന്നും കൃത്യമായി അറിഞ്ഞിരിക്കുന്നെന്ന മട്ടിൽ CBIയുടേതായി ചില മാധ്യമങ്ങൾ വാർത്തകൾ പറഞ്ഞു. വിശദാംശങ്ങൾക്കായി കാത്തിരിക്കാം. പക്ഷേ ഈ കണ്ടെത്തൽ ശരിയെങ്കിൽ കേരളത്തിലെ പോലീസിന്റെയും ഭരണാധികാരികളുടെയും കാപട്യവും വീഴ്ചയും വളരെ വ്യക്തമായി അത് വിളിച്ചു പറയും. ജസ്നയ്ക്ക് ജീവാപായമുള്ളതായി ഇതുവരെ കേരള പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പകരം ജസ്ന വായുവിൽ മറിഞ്ഞു എന്ന മട്ടിലുള്ള നിഗമനം കേരളീയരെ കൊണ്ട് വിശ്വസിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ജസ്ന ജീവനോടെ എവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ സത്യം മറച്ചു വെച്ച് പോലീസ് ജനങ്ങളെ കബളിപ്പിക്കുകയാണോ? ആയിരുന്നോ? പത്തനംതിട്ട SP ആയിരുന്ന സൈമണിന്റെ വാക്കുകൾ ചിലതൊക്കെ ഗ്രഹിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. പക്ഷേ ഉദ്യോഗവിരാമ സമയത്ത് ചിലത് പറയാനല്ലാതെ സർവീസിലിരിക്കെ ലക്ഷ്യം ഭേദിക്കുന്ന കർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെയോ അദ്ദേഹത്തെ പോലെ അതിനാഗ്രഹിച്ചവരെയോ അധികാരികൾ അതിനെ അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ട് CBIയുടെ കണ്ടെത്തൽ എന്ന വാർത്തയിൽ അതിന്റെ ഉത്തരമുണ്ട്. തീവ്രവാദികൾ ജസ്നയെ വ്യാജ പാസ്പോർട്ടിൽ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്രേ. ഏത് തീവ്രവാദികൾ? മാവോയിസ്റ്റുകളോ, എന്നേ പഴങ്കഥയായ തമിഴ് ഈഴം പുലികളോ, ഖാലിസ്ഥാൻ തീവ്രവാദികളോ, ആസാമിലെ ഉൾഫ തീവ്രവാദികളോ? ഇവരാരുമല്ലല്ലോ ജസ്നയെ ഇവിടെ നിന്നും കടത്തുക. ചെയ്തതെങ്കിൽ അത് ഏത് തീവ്രവാദികളാണെന്ന കാര്യത്തിൽ സർക്കാരിനും പോലീസിനും മാത്രമേ തർക്കം കാണൂ. കൂടെ ഇസ്ലാമിസ്റ്റ് പ്രീണകരായ കോൺഗ്രസ് നേതാക്കൾക്കും. തീവ്രവാദികൾ കൊണ്ടുപോയെങ്കിൽ ബോംബ് പൊട്ടിച്ചോ തോക്കു ചൂണ്ടിയോ ആളുകളെ ഭയപ്പെടുത്തി ഓടിച്ച് ജസ്നയെ തട്ടിയെടുത്തതാവില്ല. വ്യാജ പാസ്പോർട്ടിൽ അയക്കാനും ജസ്നയുടെ സമ്മതത്തോടെയോ അല്ലാതെയോ സഹകരണം വേണം. അത് പ്രണയഗണിയോ ആഭിചാരമോ അതുപോലുള്ള ക്ഷുദ്രവിദ്യകളോ ഉപയോഗിച്ചല്ലാതെ എങ്ങനെയാണ് സാധിക്കുക? അത്തരത്തിൽ എന്തോ ആണ് സംഭവിച്ചതെന്ന് മാത്രമേ ജനങ്ങൾക്ക് തൽക്കാലം വിശ്വസിക്കാനാകൂ. ക്രൈസ്തവർക്ക് അതേ വിശ്വസിക്കാനാകൂ. മറ്റൊരു സത്യമുണ്ടെങ്കിൽ അത് സംശയരഹിതമായി തെളിയും വരെ. കാരണം ഇക്കാര്യത്തിൽ സർക്കാരിനും കേരളത്തിലെ പോലീസിനും വിശ്വാസ്യത അത്രമാത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മതത്തിന്റെ വിലാസമുള്ള സമാന ക്ഷുദ്ര പ്രവൃത്തികളെ കുറിച്ച് നന്നായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലവ് ജിഹാദിനെതിരെ സമുദായത്തിലെ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ പിതാവിനെതിരെ കേസെടുത്തവർക്കും
ലവ് ജിഹാദ് ഇല്ലെന്ന് നടിക്കുന്ന പോലീസിനുമുള്ള മറുപടി മാർ ജോസഫ് പാംബ്ലാനിയുടെ വാക്കുകളിലുമുണ്ടായി. ലവ് ജിഹാദിന്റെ കാര്യം പറയാൻ ക്രൈസ്തവർക്ക് കേരളത്തിലെ പോലീസിന്റെ യാതൊരു പിന്തുണയും ആവശ്യമില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞ മട്ടിൽ CBIയുടെ നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്ന് പറയാം, ഒരു വേള ഇത്തരം നീക്കത്തിന് പോലും ആരെങ്കിലും വിലങ്ങിട്ടാലും മറിച്ചൊന്ന് വിശ്വസിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് നിശ്ചയമായും കഴിയില്ല. ലവ് ജിഹാദിനെ കുറിച്ചും മതതീവ്രവാദികളുടെ മറ്റ് ഉപദ്രവങ്ങളെ കുറിച്ചും ക്രൈസ്തവർ പരാതിപ്പെട്ടപ്പോൾ അതിനെതിരെ നിരന്തരം ശബ്ദഘോഷം സൃഷ്ടിച്ച മാധ്യമ അവതാരകരുമുണ്ട്. രാഷ്ട്രീയക്കാരുടെ നിശബ്ദ കാപട്യത്തെ ശബ്ദം കൊണ്ട് അതിശയിച്ചവർ. അവരിൽ ചിലർ മറ്റു വിഷയത്തിൽ സൃഷ്ടിക്കുന്ന പരിവേഷത്തിൽ വീണു പോകുന്നതും ആശ്വാസ്യമല്ല. നന്മ പ്രതീതിയോ നാട്യമോ മാത്രമെങ്കിൽ അംഗീകരിക്കാം, സ്വീകരിക്കാം. തിരിച്ചറിവോടെ വേണമെന്നു മാത്രം. പാത്രം പ്രസവിച്ചു എന്ന് പറയുന്ന കുഞ്ഞിരാമൻ നാളെ പാത്രം മരിച്ചു എന്നും പറഞ്ഞേക്കാം. അത് മറന്നാൽ വീണ്ടും ബോഷരാകുക തന്നെ.